നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഒറ്റ മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്നലെയായിരുന്നു ടീമുകൾ അവരുടെ 55 അംഗ പ്രാഥമിക ലിസ്റ്റ്, പ്രിലിമിനറി സ്ക്വാഡ് ലിസ്റ്റ് ഫിഫക്ക് സമർപ്പിക്കേണ്ട അവസാന ദിവസം. ടീമുകളൊക്കെ അത് സമർപ്പിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ടീമുകൾ മാത്രമാണ് ഒഫീഷ്യലി അത് പുറത്തുവിട്ടത്. അതിലൊരു ടീമാണ് അർജൻറ്റീന. അപ്പോൾ അർജൻറ്റീന ടീം പുറത്തുവിട്ടപ്പോൾ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള പ്രധാന താരം പൗലോ ഡിബാലയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാൻ വേൾഡ് കപ്പിൽ എങ്ങനെയെങ്കിലും ടീമിലെത്താൻ വേണ്ടി പരിശ്രമിക്കും. ഇവിടെ ക്ലബ്ബിൽ ഇപ്പോൾ എനിക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത്ര നല്ല രൂപത്തിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ വേൾഡ് കപ്പ് സ്ക്വാഡിലെത്താൻ വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ സ്കലോനി അദ്ദേഹത്തെ ഒഴിവാക്കി യൂറോപ്പിൽ നിന്നുള്ള മറ്റ് യുവതാരങ്ങളെ ഒക്കെ എടുത്തിട്ടുണ്ട്. അലയാൻഡ്രോ ഗർനാച്ചോയെ വരെ, അതായത് സമീപകാലത്ത് സ്കലോനി സ്ക്വാഡിലേക്ക് പരിഗണിച്ചിട്ടില്ലാത്ത അലയാൻഡ്രോ ഗർനാച്ചോയെ വരെ ഇതാ ടീമിലേക്ക് 55 അംഗ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ പലരും പുറത്താവും, അത് നമ്മൾ പറയും ആർക്കൊക്കെയാണ് ഇപ്പോൾ ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റുന്നവരുള്ളത് എന്നുള്ളത്. ഏതായാലും ഗർനാച്ചോ, ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, നിക്കോ പാസ്, മാറ്റിയസ് സുലേ, ക്ലോഡിയോ എച്ചുവേരി തുടങ്ങിയവരൊക്കെ അർജൻറ്റീനയുടെ അറ്റാക്കിംഗ് സോണിലേക്ക് വരുമ്പോഴാണ് പൗലോ ഡിബാലയെ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ സ്കലോനിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അദ്ദേഹത്തെ വേണ്ട, ഡിബാലയെ വേണ്ട എന്ന് തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പോൾ അർജൻറ്റീന സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഖ്യാപിച്ച 55 അംഗ ലിസ്റ്റിൽ ബഹുഭൂരിഭാഗം ആളുകളും സ്ക്വാഡിൽ നിന്ന് പുറത്താകും. 26 അംഗ സ്ക്വാഡാണല്ലോ വരേണ്ടത്. അതിൽ 22 താരങ്ങളും അവരുടെ സ്പേസ് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ ഒരു വിലയിരുത്തൽ. ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് 2 പേർ എന്തായാലും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയുടെ എമിലിയാനോ മാർട്ടിനസും ഒളിമ്പിക് മാർസയുടെ ജെറോണിമോ റുള്ളിയും. ഡിഫൻഡേഴ്സ് പൊസിഷനിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നാഹുൽ മൊളീന, റിവർ പ്ലേറ്റിൻ്റെ ഗോൺസാലോ മുണ്ടീൽ, ടോട്ടനാമിൻ്റെ ക്രിസ്ത്യൻ റൊമേറോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലിസാൻഡ്രോ മാർട്ടിനസ്, ഒളിമ്പിക് മാർസയുടെ ലിയനാർഡോ ബലേഡി, ബെൻഫിക്കയുടെ നിക്കോളാസ് ഓട്ടാമെൻഡി, ഒളിമ്പിക് ലിയോണിൻ്റെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരും സ്ഥാനം ഉറപ്പിച്ചവരിൽ പെടുന്നു. മധ്യനിരയിലേക്ക് ബോക്ക ജൂനിയേഴ്സിൻ്റെ ലിയാൻഡ്രോ പെരേഡസ്, ലിവർപൂളിൻ്റെ അലക്സിസ് മാക്കലിസ്റ്റർ, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ്, ഇൻ്റർ മയാമിയുടെ റോദ്രിഗോ ഡീപോള്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നിക്കോളാസ് ഗോൺസാലസ്, ബായർ ലെവർക്യൂസൻ്റെ ഇസിക്കിയൽ പലാസിയോസ്, കോമയുടെ നിക്കോളാസ് പാസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ തിയാഗോ അൽമെയ്ഡ എന്നിവരും സ്ഥാനമുറപ്പിച്ചവരിൽ പെടുന്നു. മുന്നേറ്റത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയാനോ സിബിയോണി, ഇൻ്റർ മയാമിയുടെ ലിയണൽ മെസ്സി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയൻ അൽവാരസ്, ഇൻ്റർ മിലാൻ്റെ ലൗട്രോ മാർട്ടിനസ്, പാൽമിറാസിൻ്റെ ഹോസെ ലോപ്പസ് എന്നിവരും സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളതായിട്ടാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ 4 താരങ്ങൾ കൂടി 4 പൊസിഷനുകളിലേക്ക് കൂടിയാണ് ഇപ്പോൾ ലയണൽ സ്കലോനി ഇനി താരങ്ങളെ ഫൈനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ഡിബാല തന്നെയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചവരിൽ ഇപ്പോഴും സജീവമായിട്ടുള്ള ഒരാൾ പുറത്തായിരിക്കുന്നത് എന്നത്. ഇനിയിപ്പോൾ ഈ 4 താരങ്ങൾ എന്ന് പറയുമ്പോൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് ഇപ്പോൾ 2 പൊസിഷനാണല്ലോ ഒരു ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മൂന്നാമത്തെ ഗോൾ കീപ്പർ ആരായിരിക്കും? കോമ്പറ്റീഷൻ പ്രധാനമായിട്ടും ഇവാൻ മുസോയും വാൾട്ടർ ബെനീറ്റസും തമ്മിലാണ്. മുസോക്ക് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഒരു സാധ്യത അവിടെ കാണുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ 5th സെൻറ്റർ ബാക്ക്, അങ്ങനെ ഒരു പൊസിഷൻ, 5ാമതൊരു സെൻറ്റർ ബാക്കായിട്ട് സ്ക്വാഡിലേക്ക് ആരെ എടുക്കും? ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, ലിയനാർഡോ ബലേഡി എന്നിവർ സ്ഥാനം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് 2 പേര് തമ്മിലുള്ള ഒരു മത്സരമായിട്ട് ആ സ്പോട്ട് മാറിയിട്ടുണ്ട്. മാർക്കോസ് സെൻസിയോർ, ഫെക്കുൻഡോ മെഡീന. അപ്പോൾ അതിൽ ആര് വരും എന്നുള്ളതും നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ സെൻസിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് സ്കലോനിക്ക് കുറച്ചുകൂടി ഒരു വേഴ്സറ്റാലിറ്റി തൻ്റെ സ്ക്വാഡിൽ വരുത്തണമെങ്കിൽ അത്തരത്തിലുള്ളൊരു സഹായം അതിലൂടെ ലഭിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഇനി ആര് എന്നുള്ളത് കൂടിയുണ്ട്. ഓൾറെഡി നമുക്കറിയാം അവിടെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഉണ്ട്. എന്നാൽ അടുത്ത ഒരാൾ ആരായിരിക്കും? അത് മാർക്കോസ് അക്യൂഞ്ഞയും ഗബ്രിയൽ റോഹസും തമ്മിലാണ് അവിടെ ഒരു പോരാട്ടം നടക്കുന്നത്. അക്യൂഞ്ഞയുടെ നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം ഇനി പല പൊസിഷനുകളിലും
പുതിയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 55 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ പൊസിഷനിൽ കോച്ച് വരുത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ലിയോ മെസ്സിയെ തന്നെ മുന്നിൽ നിർത്തി അതനുസരിച്ച് ഒരു സ്ക്വാഡും കൊണ്ടാണ് വേൾഡ് കപ്പിന് പോകുന്നത്. പക്ഷേ കുറച്ച് യങ് ബ്ലഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഫൈനൽ ലിസ്റ്റ് എങ്ങനെ വരും എന്നറിയാൻ വേണ്ടി. സ്കലോനിയെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ ഡിഫെൻഡിങ് എന്നുള്ളത് സാധ്യമാണ് എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് അദ്ദേഹം ടീമിനെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളതും. ഡിബാല വേണ്ട എന്നുള്ളത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും അദ്ദേഹം എടുത്ത തീരുമാനമായിരുന്നു. പാർഷ്യലി പരിക്ക് കാരണമാണ് ഈ സീസണിൽ അദ്ദേഹത്തിന് അധികം കളിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ അതുമാത്രമല്ല, ടെക്നിക്കലായിട്ടുള്ളൊരു ഡിസിഷൻ കൂടിയാണ് ഡിബാലയെ പുറത്തിരുത്താൻ കാരണം എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.